അഷ്റഫേ ഇറങ്ങിയപ്പോൾ മുതലായി ഇവിടെ വേറെ ആരുമില്ല. ഇവർ ഉദ്ദേശിച്ച പാർക്ക് ഇത്രയല്ലേ ഉള്ളൂ. ഇതിനു വേണ്ടി വേറെ വലിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ കണ്ട കൂളിംഗ് ഗ്ലാസും വെച്ച് പോട്ടെ പൊന്നെ അങ്ങനെ പറയേ അതില് പറഞ്ഞേ. നിർത്താത്. ഇതുവരെ കണ്ട കാഴ്ചകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. രാവിലെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് ഫാംവില്ല. അവിടെ കയറി ഏകദേശം എല്ലാം കണ്ട് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2-2.5 മണിക്കൂർ കൊണ്ട് അവിടുത്തെ കണ്ട് കഴിയാൻ പറ്റും. അപ്പോൾ നല്ല രസമാണ് അവിടുത്തെ കാണാൻ. നേരെ പോട്ടെ ഇക്കൂടെ ഓലെ ബാക്ക് നമുക്ക് പോകേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയതിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളം പറയാണ്ട് പോയി ഏകദേശം ഒരു 2-3 മണിക്കൂർ മീനുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ വന്ന് നമ്മൾ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ചാവക്കാടിനുള്ള അവിടുന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ദൂരം. ഇത് മൊത്തം കിടക്കുന്നത് 10 കിലോ അങ്ങോട്ട് 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതൊക്കെ കിടക്കേണ്ടത്. അപ്പോൾ 4 മണിക്കാറ്റിലാണുള്ളത് കേട്ടോ. 4 മണിക്കാറ്റിൽ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ഭയങ്കര ചീപ്പ് റേറ്റിന് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. നമ്മളിതിൻ്റെ മുന്നേ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുട്ടികളായിട്ട് ഇങ്ങനെ വന്നായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം 4 മണിക്ക് ശേഷം ഇവിടെ ഫുള്ള് ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതേപോലെ എന്താണ് കയാക്കിംഗ് ഉണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ പിന്നെ വഞ്ചി ഉണ്ട്. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട്. അങ്ങനെ എല്ലാ സംഗതികളുണ്ട്. സംഗതി നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം ആയാലും വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഞാനും പയ്യൻ കൂടിയാണ് ഇപ്പോൾ ചവിട്ടുണ്ട്. അതേപോലെ ആദ്യം നടുവില്ല. അത് അതിൻ്റെ ഇടയിൽ ഒന്ന് വീണിക്കാണ്ട് കയ്യൊക്കെ ഒന്ന് ഉളുക്കി ഇങ്ങനെ ആകെ ഇരിക്കുകയാണ്. മിക്കവാറും കൈ കെട്ടേണ്ടി വരും. രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങി വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുന്ന 2-3 സ്ഥലങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്തത്. ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആനകളെ പരിപാലിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനകളെ പരിപാലിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിട്ടില്ലേ. കാരണം അവിടെ ആനകൾ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് പോയി വരാൻ പറ്റും നമ്മളെ നാട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു 4 സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ സന്ദർശിക്കുന്നത്. എങ്ങോട്ടാ പോണിടത്തേക്ക് ചവിട്ടിക്കൂട്. അതോ എന്തായാലേ ഇഷ്ടപ്പെട്ടാ കീറ് മാറ്റണ്ട്. കുട്ടിച്ചില്ല നമ്മള് പോവാതോ ഒന്ന് പോ എടുത്തൊന്ന് പോ മത്സരാണ് അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ടല്ല ഓരോ കൂടെ പോ അങ്ങോട്ട്. രണ്ട് കൈയുണ്ട്. നിങ്ങളിപ്പോൾ തോറ്റ് തുന്നാൻ പാടും. ഒറ്റക്കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ കൂടെയുള്ള ആൾക്കാർ അവിടെ പോണ്. അതിന് പോലെ തോൽപ്പിക്കണം. അപ്പോൾ അതാ വണ്ടി ഇങ്ങോട്ടാക്ക്. സ്റ്റെയറിങ് ഇട്. ഒറ്റ കൈ കൊണ്ടാണ് എൻ്റെ ആദ്യം ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പോട്ടെ തോൽപ്പിക്ക പൊന്നെ പിടിച്ച് നിർത്ത് അത് വാ പൊന്നെ ഞാൻ ചവിട്ടിക്കോളാം. നേർക്കാക്കടാ. നേർക്കാക്ക്. പോട്ടെ ഇങ്ങോട്ടാക്ക്. എവിടൊക്കെ പോണോ അതുവാ. നിർത്ത്. മിച്ചേൻ്റെ കാല് കടഞ്ഞ അതുവാ. നീ പയ്യെ കുറച്ച് ഡ്രൈവിങ് ഫുള്ള് ആദ്യമാട്ടാ.
അതൊരു ഒറ്റ കൈ കൊണ്ട് വയ്യഞ്ഞിട്ടാണ്. അല്ലാന്നുണ്ട് ഞങ്ങൾ പോലെ തോറ്റ് തുന്നം പാടിപ്പിക്കും. അല്ല അതാ നമ്മൾ പോലെ തോൽപ്പിച്ചില്ലാനാ. ആ കുത്തിപ്പിച്ച നമ്മൾ പോലെ കുപ്പി കുത്തിപ്പിച്ചല്ലേ. മതിയാ? മതിയോ? അതുകൊണ്ടൊന്നും കാര്യമില്ലയോ. ഇപ്പോൾ കുറേ നേരം നമ്മൾ അവിടുത്തെ പാർക്കിൽ കളിച്ചു, കുറേ നേരം അവിടെ ഇരുന്നു. അതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇതാ നമ്മൾ ഈ ചെറിയ എന്താണ് പെഡൽ ബോട്ടിൽ കയറി ഇവിടെ നന്നായിട്ട് കറങ്ങി നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം 5 മണിയായി. ഇനി ഇവിടെ നേരെ തിരിച്ചവർ 6-7 മണിയാകുമ്പോൾ നമുക്ക് നാട്ടിലെത്താൻ പറ്റും. വാ പോര് പന്ന. ഇതാണ്ട 4 മണിക്കായിട്ട് പറഞ്ഞ സ്ഥലം. സംഗതി ചെറിയ നല്ല വൈബുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. പഴയ കാലത്ത് ഉപയോഗിച്ച ഒരുപാട് സംഗതികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് റാന്തൽ, ഉറി. ഇവിടെയുള്ള കായൽ പോലും മാക്സിമം ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയതാണ്. അവസാനം ഞങ്ങളത് വൈകുന്നേരം ഏകദേശം ഒരു 5-5:30 ആയപ്പോൾ ഇതാ ചാവക്കാട് ബീച്ചിലെത്തിട്ട. മണ്ണോണ്ട് കളിക്കുക. ഈ കയ്യേറ്റോ? നമുക്ക് കയ്യെ മാറിയിട്ട് പിന്നെ വരട്ടാ. കയ്യിൻ്റെ വേദന മാറിയിട്ടേ. എന്ത് എന്ത് അവിടെ ഒരു മല ഉണ്ട് തോന്നണല്ലേ, അതിൻ്റെ അങ്ങേപ്പുറത്ത്. ചക്ക, വാനില. വണ്ടിയിലുണ്ടാവും.